ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 500 മാല കെട്ടാനുള്ള പൂക്കളുമായിട്ട് രേവതിയും സച്ചിയും രേവതിയുടെ കുറച്ച് കൂട്ടുകാരി ചേച്ചിമാരുമായിട്ട് മാല കെട്ടാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കാർപ്പോച്ചി ഇരുന്ന് കെട്ടാനായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ ചന്ദ്രമതി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് മാല കെട്ടാനൊന്നും പറ്റത്തില്ല. അത് കേട്ടുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട്, അല്ലേലും ഇവിടെ ഇരുന്ന് മാല കെട്ടാനൊന്നും പറ്റത്തില്ല മോളെ. രേവതി, സച്ചി ഈ പൂക്കളെല്ലാം എടുത്ത് ഹാളിൽ വന്നിരുന്ന് അവിടെ ഇരുന്ന് മാല കെട്ടിയാൽ മതിയെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് കേട്ടതോടെ നമ്മുടെ സച്ചി പൂക്കളെല്ലാം കൊണ്ടുവന്ന് ഹാളിൽ ഇങ്ങനെ വിരിച്ചിടുന്നുണ്ട്. അത് കണ്ട് രവിയേട്ടന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം പിന്നീട് കാണിക്കുന്നത് രേവതി സച്ചിക്ക് ഓട്ടോറിക്ഷ കൂലി കൊടുക്കാൻ നീട്ടുന്നതാണ്. 300 രൂപ നീട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം സച്ചി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ചോദിച്ചത് 250 രൂപയല്ലേ. അപ്പം രേവതി പറയുന്നുണ്ട്, 50 രൂപ കൂടുതൽ സച്ചിയേട്ടൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ സുധിയും ചന്ദ്രമതിയും കൂടെ സോഫയിലിരുന്ന് ഈ പൂക്കൾ കെട്ടുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മയെ ലക്ഷങ്ങളുടെ പൂക്കളായി കിടക്കുന്നത്, ലക്ഷങ്ങളുടെ വരുമാനം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചന്ദ്രമതി ഒന്ന് ഞെട്ടി ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയുന്നത്? ഈ പൂക്കൾ വിറ്റ് ലക്ഷങ്ങൾ കിട്ടുമെന്നോ? ലക്ഷങ്ങളുടെ വരുമാനമാണ് ഈ കിടക്കുന്നതെന്നോ? അതൊക്കെ കിട്ടുമെന്ന് സുധി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയുടെ കൂട്ടുകാരി ചേച്ചിമാർ ചോദിക്കുന്നുണ്ട്, നാളെ രാവിലത്തേക്ക് ഈ പൂക്കളെല്ലാം കെട്ടി തീർക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. രേവതിക്കുള്ള അതേ ആത്മവിശ്വാസം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ രാവിലെ തന്നെ കെട്ടി തീർക്കാൻ പറ്റും. ഇത്രയും പൂക്കൾ കെട്ടി തീർത്താൽ നാളെ രാവിലെ ഉണ്ടാകുന്നതൊരു അത്ഭുതമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതും കാണിച്ച് പ്രൊമോ അവസാനിക്കുന്നു.